രാഹുൽ പ്രതിപക്ഷ നേതാവായതോടെ രാജ്യത്തെ പ്രധാനപ്പെട്ട തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നതാണ് നിലവിൽ നാം കാണുന്നത്. രാഹുലിന്റെ ഓരോ അടിയും മോദിയെയും കടന്ന് ചെന്നെത്തി നിൽക്കുന്നത് അദാനിമാരിലേക്കും അംബാനിമാരിലേക്കുമാണ്. ഹിൻഡൻബർഗിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലോടെ അദാനി ഗ്രൂപ്പിനും സെബിക്കുമെതിരായ ആരോപണങ്ങൾ വീണ്ടും ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ. റിപ്പോർട്ട് സംബന്ധിച്ച സെബിയുടെ പ്രസ്താവന തള്ളിയ കോൺഗ്രസ് തിങ്കളാഴ്ച അദാനി ഗ്രൂപ്പിനെതിരായ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിനോ CBIക്കോ കൈമാറണമെന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ട് വീണ്ടും അദാനി ഗ്രൂപ്പിന് തലവേദന സൃഷ്ടിക്കുകയാണ്. സെബി മേധാവി മാധവി ബുച്ചിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതോടെ കമ്പനിയിലെ പല നിക്ഷേപകരും സുരക്ഷിത അകലം പാലിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതോടെ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികൾ ഇന്നലെ രാവിലെ മാത്രം 7% വരെ ഇടിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഫലമായി നിക്ഷേപകർക്ക് ഏകദേശം 53,000 കോടി രൂപ നഷ്ടപ്പെട്ടു. 10 അദാനി ഓഹരികളുടെ മൊത്തം വിപണി മൂലധനം 16.7 ലക്ഷം കോടി രൂപയായി കുറയുകയും ചെയ്തു. ഏറ്റവും വലിയ നഷ്ടം നേരിട്ടത് അദാനി ഗ്രീൻ എനർജിക്കാണ്. അദാനി ഗ്രീൻ എനർജി ഓഹരികൾ 7% നഷ്ടം നേരിട്ട് BSEയിൽ 1656 രൂപയിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തി. അദാനി ടോട്ടൽ ഗ്യാസ് ഓഹരികൾ 5%, അദാനി പവർ 4%, അദാനി വിൽമർ, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി എന്റർപ്രൈസസ് എന്നിവ ഏകദേശം 3% ഇടിവും രേഖപ്പെടുത്തി. നിഫ്റ്റി സ്റ്റോക്ക് അദാനി പോർട്സിന്റെ ഓഹരികൾ ഏകദേശം 2% ഇടിഞ്ഞു. ഹിൻഡൻബർഗ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പിനെതിരെ പുതിയ ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. എങ്കിലും ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി വലിയ സ്ഥാനങ്ങൾ സമ്പാദിക്കാനും വ്യാപാരം നടത്താനും ഉപയോഗിച്ച ബർമുഡ മൗറീഷ്യസ് ആസ്ഥാനമായുള്ള ഓഫ് ഷോർ ഫണ്ടുകളിൽ സെബി മേധാവി ബുച്ചിനും അവരുടെ ഭർത്താവ് ധവൽ ബുച്ചിനും ഓഹരിയുണ്ടെന്ന് പല കോണുകളിൽ നിന്നും ആരോപണം ഉയർന്നിരുന്നു. അദാനി വിഷയത്തിൽ സെബിയെ ഒരു വസ്തുനിഷ്ഠമായ മധ്യസ്ഥനായി വിശ്വസിക്കാനാകുമോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നതിനിടെയാണ് മാധവി ബുച്ചിനെതിരെ റിപ്പോർട്ട് പുറത്തുവരുന്നത്. അതേസമയം വിവാദത്തിൽ പ്രതിപക്ഷ നേതാക്കൾ മാധവി ബുച്ചിന്റെ രാജിയും ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ JPC അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുന്ന നിലപാടാണ് മാധവി ബുച്ച് ഇതുവരെയും സ്വീകരിച്ചത്. അതേസമയം അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്മേലുള്ള അന്വേഷണത്തിൽ മാർച്ചിൽ ഒരു ഘട്ടം പൂർത്തിയായെന്നും ഒരു അന്വേഷണം പൂർത്തിയാകാനുണ്ടെന്നും സെബി പറഞ്ഞു. ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി 100-ലധികം സമൻസുകളും 1100ഓളം കത്തുകളും ഇമെയിലുകളും അയച്ചിട്ടുണ്ട്. കൂടാതെ ആഭ്യന്തര വിദേശ റെഗുലേറ്റർമാരുടെയും ബാഹ്യ ഏജൻസികളുടെയും സഹായം തേടി 100-ലധികം ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും സെബി പറയുന്നു. 2023 ജനുവരിയിലെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിപണി തകർച്ച ആവർത്തിക്കുമോ എന്നാണ് നിക്ഷേപകരുടെ ആശങ്ക. സ്റ്റോക്ക് കൃത്രിമം, ഫണ്ടിംഗ്, മറ്റ് കോർപ്പറേറ്റ് ഭരണ പ്രശ്നങ്ങൾ എന്നിവയായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പിനെതിരെ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്.